ഓം നമോ ഭഗവതേ വാസുദേവായ. 24-ാം ദശകത്തിൽ പ്രഹ്ലാദൻ്റെ ജനനവും വിദ്യാഭ്യാസവും പിതൃകോപവുമാണ് പ്രതിപാദിക്കുന്നത്. ഹിരണ്യാക്ഷനെ വധിക്കാനായി ഭഗവാനെ അങ്ങ് വരാഹരൂപിയായി അവതരിച്ച് ഹിരണ്യാക്ഷവധം നടത്തി. അതറിഞ്ഞ് വളരെയധികം ദുഃഖിതനും കോപാക്രാന്തനുമായി തീർന്ന ഹിരണ്യകശിപു ആകട്ടെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ദേവന്മാരാലും മനുഷ്യന്മാരാലും മൃഗങ്ങളാലും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും തനിക്ക് മരണമുണ്ടാവുകയില്ല എന്ന് വരം നേടി. അങ്ങനെ അഹന്തയോടുകൂടി ഇന്ദ്രനെയും ജയിച്ച് സ്വർഗം കരസ്ഥമാക്കി. അതിനുശേഷം അങ്ങ് എവിടെയെന്ന് അന്വേഷിച്ച് വൈകുണ്ഠത്തിലെത്തിയപ്പോൾ അങ്ങാകട്ടെ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷ്മ ശരീരം സ്വീകരിച്ച് ലയിച്ചു ചേർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു. ആ പ്രഹ്ലാദനാകട്ടെ ഗർഭാവസ്ഥയിൽ തന്നെ നാരദൻ്റെ ഉപദേശപ്രകാരം വിഷ്ണുഭക്തനായി തീർന്നിരുന്നു. അസുരന്മാരാൽ പരിഹസിക്കപ്പെടുന്ന അങ്ങയുടെ പാദഭക്തി സ്വപുത്രനിൽ നിന്ന് കേട്ടപ്പോൾ അവനെ ഗുരുനാഥന്മാരുടെ അടുത്ത് വിദ്യാഭ്യാസത്തിന് അയക്കുകയും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലാതെ വന്നതിനാൽ പ്രഹ്ലാദനെ കൊല്ലാൻ കിങ്കരന്മാരെ ഏൽപ്പിക്കുകയാണ് ഹിരണ്യകശിപു ചെയ്തത്. പലതരത്തിലും കിങ്കരന്മാർ പ്രഹ്ലാദനെ കൊല്ലാൻ ശ്രമിച്ചിട്ടും അങ്ങയുടെ രക്ഷയുള്ളതിനാൽ അത് സാധിച്ചില്ല. കോപാക്രാന്തനായ ഹിരണ്യകശിപു, ഇത്ര ബലമുള്ള നിൻ്റെ വിഷ്ണു എവിടെയാണ് ചോദിച്ചു. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, ഈ ലോകത്തെല്ലായിടത്തും തൂണിലും തുരുമ്പിലും എല്ലാ ദിക്കിലും വിഷ്ണു നിറഞ്ഞിരിക്കുന്നു. അങ്ങയിലും ആ വിഷ്ണു ചൈതന്യമാണ് ഉള്ളത്. വളരെയധികം കോപിഷ്ഠനായി ഹിരണ്യകശിപു തൻ്റെ വാളെടുത്ത് ആ തൂണിൽ വെട്ടി. അങ്ങനെ ഉള്ള ഭഗവാനെ എൻ്റെ അസുഖവും തീർത്തു തരയണമേ എന്നാണ് പട്ടേരിപ്പാട് 24-ാം അധ്യായത്തിൽ ദശകത്തിൽ പ്രതിപാദിക്കുന്നത്. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധോഗ്ലിപ്ത ധൃതിരേതസ്യ സഹജം ഹിരണ്യാപ്രാരംഭ കശിപുരമരാദിസദസിം പ്രതിജ്ഞാമാതേന തവ കില വധാർത്ഥം മധൂരിപോം വിധാതാരം ഘോരം സഖലു തപസ്വിത്വാ ന ചിരത പുരസാക്ഷാൽ കുർവൻ സുരനരമൃഗാദ്യൈരനിധനം പരം ലബ്ധ്വാ ദൃപ്തോ ജഗദിഹ ഭവന്നായകം ഇദം പരിക്ഷുന്നിന്ദ്രാദഹരത് ദിവം ത്വാം അഗണയൻ നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപോർ ബഹിർദൃഷ്ടേരന്തർദധീത ഹൃദയേ സൂക്ഷ്മവപുഷാം
തന്നുച്ചൈസ്തത്രാപ്യഖിലഭുവനാന്തേ ച മൃഗയൻ ഭിയായാതം മത്വാ സ ഖലു ജിതകാശീനിവവൃതേ തതോസ്യ പ്രഹ്ലാദ സമജനിസുതോ ഗർഭവസതോ മുനേർവീണാപാണേരധിഗത ഭവൽ ഭക്തിമഹിമാം സ വൈജാത്യാം ദൈത്യശിശുരപി സമേത്യ ത്വയി രതിം ഗതസ്ത്വൽഭക്താനാം വരദ പരമോദാഹരണതാം സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരം അമും ഗുരുപ്രോക്താഞ്ച അസാവിദം ഇദം അഭദ്രായ ദൃഢമിത്യപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃഥേയേ അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേധ തനയേ ഭവൽ ഭക്തിം വര്യാം അഭിഗദത്തെ പര്യാകുലധൃതേ ഗുരുഭ്യോ രോഷിത്വാ സഹചമതിരസ്യേത്യഭിവിദൻ വധോപായാൻ അസ്മിൻ വ്യതനുത ഭവൽപാദ ശരണേ സശൂലൈരാവിദ്ധ സുബഹുമധിതോ ദിഗ്ഗജഗണൈർമഹാസർപ്പൈർദഷ്ടോപ്യനശനഗരാഘാരവിധുത ഗിരീന്ദ്രാവാക്ഷിപ്തോപ്യഹ പരമാത്മന്നയി വിഭോ ത്വയി ന്യസ്താത്മത്വാൽ കിമപി ന നിപീഡാം അഭജത തത ശങ്കാവിഷ്ട സ പുനരതിരുഷ്ടോസ്യ ജനകോ ഗുരുക്രിയാത്തൽഗേഹേ കില വരുണപാശൈസ്തമരുണൽ ഗുരോശ്ച അസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവൽ ഭക്തേസ്തത്വം പരമമപി വിജ്ഞാനം അശിഷൽ പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം തുൽസ്തുതിപരം ഋഷാന്ധ പ്രാഹൈനം കുലഹതക കസ്തേ ബലം ഇതി ബലം മേ വൈകുണ്ഠസ്തവ ജഗദാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതിൽ അരേ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോദിതിസുത അത പശ്ചാത് വിഷ്ണോ നഹി വദിതും ഈശോസ്മി സഹസാം കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. 24 ദശകം സമാപദം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ